രാത്രിയുടെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ സ്വർണരാജികൾ കൊണ്ട് നീക്കുന്ന അനന്തശായിയായ പത്മനാഭസ്വാമിയുടെ നിർമ്മാല്യ ദർശനം ഒന്ന് കണ്ടാലോ പ്രിയരെ. വെളുപ്പിന് 3 മണി പുലരുന്ന സമയം പെരിയ ശാന്തിക്കാർ മതിലകത്തെത്തുന്നു. ആദ്യം തുറക്കുന്നത് 3 വാതിലുകളിലെ നടുവിലത്തെ വാതിലാണ്. അകത്തെ 6 കിടാവിളക്കുകളിൽ നിന്ന് പകരുന്ന അഗ്നിയിൽ നിന്നും അവിടെയുള്ള 10 വിളക്കുകളും കൊളുത്തുന്നു. നടുവിലത്തെ ഇരട്ടക്കതക് തുറക്കുന്നു. പെരിയ ശാന്തി ഒറ്റക്കൽ മണ്ഡപത്തിലേക്ക് വന്ന് പഞ്ചഗവ്യത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. ഇനി പെരിയ നമ്പിയുടെ ആഗമനമാണ്. ആ സമയം ഒറ്റക്കൽ മണ്ഡപത്തിലെ 3 വാതിലുകളിൽ തൂക്കിട്ടിരിക്കുന്ന വിളക്കുകൾ തെളിയും. ആ വിളക്കുകളുടെ വെളിച്ചവും ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ സ്വർണത്തിൽ പൊതിഞ്ഞ തൂണുകളിൽ നിന്നുള്ള വെട്ടത്തിൻ്റെ പ്രതിഫലനവും കൂടി വശ്യമായ ഒരു സുവർണജ്വാല സഞ്ചയം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. 4 മണിക്കെത്തുന്ന പെരിയ നമ്പി പ്രത്യേകം കൊണ്ടുവന്ന ജലം കൊണ്ട് പാദങ്ങൾ കഴുകി ഒറ്റക്കൽ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ച് ആവണിപ്പലകിലിരുന്ന് പഞ്ചഗവ്യവും തൊട്ട് ജപിച്ച് ചുറ്റും തെളിച്ച് നടുവിലത്തെ നടയിൽ തൂങ്ങുന്ന സ്വർണ്ണമണി അടിച്ച് ശ്രീകോവിലിൽ പ്രവേശിക്കുന്നു. പെരിയ നമ്പിയും പെരിയ ശാന്തിയും കൂടി മധ്യവാതിൽ പൂർണ്ണമായും തുറക്കുന്നു. അന്നേരം സമയം 4 മണി കഴിഞ്ഞ് 10 മിനിറ്റായിട്ടുണ്ടാകും. കവാടങ്ങൾ തുറക്കുന്നതോടുകൂടി വലിയ പെരുമാളിന് മംഗളധ്വനിയായി പാണ്ഡിവാദ്യം മുഴക്കിത്തുടങ്ങും. 4 പേരുള്ള സംഘം കുറുങ്കുഴൽ, ശ്രുതി, തകിൽ എന്നിവ ശംഖുനാഥത്തിൻ്റെ അകമ്പടിയോടെ വായിക്കുന്നതാണ് പാണ്ഡിവാദ്യം. ശ്രീ പത്മനാഭനെ പള്ളിയുറക്കത്തിൽ നിന്ന് ഉണർത്തുന്നു എന്ന സങ്കല്പത്തിലാണ് പാണ്ഡിവാദ്യം മുഴക്കുന്നത്. പെരിയ നമ്പി തലേ ദിവസത്തെ പൂക്കൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് മയിൽപ്പീലി കൊണ്ട് മന്ദമായി തടവി നീക്കം ചെയ്യുന്നു. ശേഷം ഒരു വലിയ വെള്ളിപ്പീഠം ഒറ്റക്കൽ മണ്ഡപത്തിലെത്തുന്നു. ഒപ്പം കരിക്കിൻ വെള്ളവും പഞ്ചാമൃതവും. ശ്രീപത്മനാഭസ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും സ്വർണ്ണ അഭിഷേക വിഗ്രഹങ്ങൾ ഓരോന്നായി ശംഖുധ്വനിയുടെയും മണിയടിയുടെയും അകമ്പടിയോടെ പെരിയ നമ്പി വെള്ളിപ്പീഠത്തിൽ എഴുന്നള്ളിച്ച് ഒരുക്കുന്നതോടെ അഭിഷേകം തുടങ്ങുകയായി. ദീപാരാധന കഴിയുന്നതുവരെ പാണ്ഡിവാദ്യം തുടരുമെങ്കിലും അഭിഷേക സമയത്ത് മറ്റൊരു സംഘം പഞ്ചവാദ്യം ഭഗവാനെ കേൾപ്പിക്കും. വിഗ്രഹങ്ങളുടെ അഭിഷേകത്തിന് ശംഖും ചിരട്ടയുമാണ് ഉപയോഗിക്കുന്നത്. അഭിഷേകത്തിനുള്ള ജലം കൊണ്ടുവരുന്നത് മതിലകത്ത് തന്നെ ഒരു പ്രത്യേക കിണറിൽ നിന്നാണ്. അഭിഷേകം കഴിഞ്ഞ് വിഗ്രഹങ്ങൾ ഉണക്കി അലങ്കരിച്ച് കഴിയുന്നതോടുകൂടി നിവേദ്യത്തിനുള്ള സമയം ആവുകയും നിർമ്മാല്യ ദർശനം അവസാനിപ്പിച്ചതായി ഭക്തർ പുറത്തു കടക്കുകയും ചെയ്യുന്നു. ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യത്തിൽ വേവിച്ച അരി, പഴങ്ങൾ, ഉപ്പുമാങ്ങ എന്നിവ അടങ്ങിയിരിക്കും. നിവേദ്യത്തിന് ശേഷം ദീപാരാധന ദർശിക്കാൻ ഭക്തർക്ക് വീണ്ടും പ്രവേശിക്കാവുന്നതാണ്. ഇത് കേൾക്കുന്ന എല്ലാ ഭക്തർക്കും ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹാശീസ്സുകൾ മല പോലെ ലഭിക്കട്ടെ എന്ന് GPS മീഡിയ പ്രാർത്ഥിച്ചുകൊള്ളുന്നു.